തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വൈപ്പിനിലെ സിറ്റിംഗ് MLA ആയ KN ഉണ്ണികൃഷ്ണനാണ്. UDFന്റെ സ്ഥാനാർത്ഥി ദീപക് ജോയിയാണ്. NDAക്ക് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത് PV അഞ്ജലിയാണ്. അഞ്ജലി നായർ നടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തൃപ്പൂണിത്തുറ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പോരാട്ടം എത്തുമ്പോൾ ചിന്തിക്കുന്നതെന്ന് നോക്കാം. നിലവിൽ വലിയ വികസന അജണ്ടകളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട്. തൃപ്പൂണിത്തുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഇപ്പോൾ ലാൽകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഈ മണ്ഡലത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പൊതുസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി. ലാല്, ഇത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള ഒരു പ്രതീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇത് അങ്ങനത്തെ ഒരു മണ്ഡലമായിരുന്നില്ല. കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ കെ ബാബുവും സ്വരാജുമായിരുന്നു. അതൊരു രണ്ട് മുന്നണികൾ മാത്രമുള്ളൊരു മത്സരമായിട്ടാണ് നിന്നത്. ആ രണ്ടുപേരെക്കാളും വലിയ രീതിയിലുള്ള വോട്ട് വ്യത്യാസം BJPക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇത്തവണ, അതായത് 5 കൊല്ലത്തിന് ശേഷം വരുമ്പോഴത്തേക്കും BJPയുടെ തൃപ്പൂണിത്തുറയിലെ വളർച്ച എന്ന് പറയുന്നത് വലിയ വളർച്ചയാണ്. അതായത് രണ്ടുപേരെയും ഏറ്റുമുട്ടാൻ ശക്തനായ ഒരു പാർട്ടിയായിട്ട് BJP മാറിയിട്ടുണ്ട്, NDA മാറിയിട്ടുണ്ട്. അവരോട് 2020 ചേർന്നതോടുകൂടി ആ ശക്തിക്ക് കുറേ കൂടി ബലം വന്നിട്ടുണ്ട്. മാത്രമല്ല തൃപ്പൂണിത്തുറ നഗരസഭ NDA പിടിച്ചെടുത്ത ഒരിടം കൂടിയാണ്. വ്യക്തമായൊരു ഭൂരിപക്ഷം അവർക്കിവിടെ ഉണ്ട്. അതിനേക്കാൾ ഉപരി ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ്. ഇവിടുത്തെ സാമുദായിക സമവാക്യങ്ങളെല്ലാം ചേരും. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട രസകരമായൊരു മത്സരം എന്ന് പറയുന്നത് LDFും UDFും തമ്മിലുള്ളതാണ്. കഴിഞ്ഞ തവണ വൈപ്പിനിൽ ഏറ്റുമുട്ടി ഇരുവരുമാണ് ഇത്തവണ ഇവിടെ മത്സരിക്കുന്നത്. LDFിനകത്ത് ചില അസ്വാരസ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നൊരു വോട്ടിംഗ് പാറ്റേൺ അത് വളരെ നിർണായകമായിരിക്കും. നമുക്ക് നേരത്തെ കുന്നത്നാടിന്റെ കഥ പറഞ്ഞ പോലെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഫിനിഷിലേക്കായിരിക്കും തൃപ്പൂണിത്തുറ ഇത്തവണ നമ്മൾ കൂട്ടിക്കൊണ്ടു പോവുക. ശരി, അപ്പോൾ ഫോട്ടോ ഫിനിഷ് ആണോ നമുക്ക് നോക്കാം. ചേച്ചി, ഈ മണ്ഡലമാണോ തൃപ്പൂണിത്തുറ മണ്ഡലമാണോ? ഈ ഇലക്ഷൻ എങ്ങനെയുണ്ടെന്ന് പറ. ഇലക്ഷനൊക്കെ നല്ല മത്സരമാണോ? മത്സരമാണെങ്കിൽ ആരെന്ത് ചെയ്യട്ടാ മോനെ? ആര് ജയിക്കും തൃപ്പൂണിത്തുറയിൽ? ആര് ജയിക്കും? ഒന്നും പറയാൻ പറ്റില്ല. എല്ലാരും നല്ലത് ചെയ്യാന്ന് പറഞ്ഞു പോകുന്നു. കേറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല. എല്ലാവരും അങ്ങനെ അല്ല, കണ്ടുവരുന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞാലേ, നന്നായി ഭരിക്കണമെങ്കിൽ ഒരേ തമ്പുരാൻ ഭരിക്കണം, അത്രേ ഉള്ളൂ. വേറെ ആർക്കും പറ്റൂല. കാരണം എല്ലാവരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടേ കൈ മലർത്തിക്കളയും. ലാസ്റ്റ് കയറി കഴിയുമ്പോൾ കയറുന്നോളം വരെയേ ഉള്ളൂ. ഇലക്ഷൻ വലിയ കോളാണെന്ന് വെച്ചാൽ വലിയ ഒന്നും കാണുന്നില്ല. പിന്നെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അവരുടെ നീക്കുപോക്കൊക്കെ ഈ അഡ്ജസ്റ്റ്മെന്റിലാണ് പോണത്. നീക്കുപോക്കാണോ? അങ്ങനെയല്ല പറഞ്ഞത്. എപ്പോൾ ചോദിച്ചാലും അവരുടെ അഡ്ജസ്റ്റ്മെന്റ്, അവരങ്ങോട്ട് ഇവരിങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ്. പൊതുജനത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണുന്നില്ല. ഈ തൃപ്പൂണിത്തുറയിൽ ആര് ജയിക്കാനാ സാധ്യത? ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥിക്കാണ് കാണുന്നത്. LDF. ഇലക്ഷൻ അല്ലേ, വോട്ട് ചെയ്യൂലേ? ആര് ജയിക്കുന്ന ശരിക്കും എന്താണ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP അല്ലേ? അവരാണ് ഭരിക്കാൻ, അവർക്ക് കിട്ടണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ സംഭവിക്കുമെന്ന്. ഓക്കെ ചേച്ചി. അപ്പൊ ഇവിടെ ഒരു കടയുണ്ട്. നമുക്ക് ഈ കടയിലെ ചേച്ചിയോട് കൂടി ചോദിക്കാം. ചേച്ചി, കടയിലെ ചേച്ചി നമസ്കാരം. അല്ല, ഇലക്ഷനൊക്കെ അല്ലേ, എന്ത് പറയുന്നു? ശക്തമായ മത്സരമാണ്. ചേട്ടാ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നുമില്ല. ആര് ജയിച്ചാലും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. നമ്മൾ തന്നെ പണിയെടുക്കുക, ജീവിക്കുക, അതങ്ങനെ പറ്റുള്ളൂ. വലിയൊരു താല്പര്യം നമുക്ക് ഇലക്ഷനോടില്ല. എന്നാൽ ആരെങ്കിലും ജയിക്കണമെന്ന് പ്രത്യേക താല്പര്യം അങ്ങനെ വല്ലതും ഉണ്ടോ തൃപ്പൂണിത്തുറ? ഇല്ല. ഈ പ്രചാരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തൃപ്പൂണിത്തുറ? പ്രചാരണം നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളായിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് വോട്ടെണ്ണുമ്പോൾ അറിയാം എന്താണ് തൃപ്പൂണിത്തുറയിൽ. ഓക്കെ ചേട്ടാ, ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആണോ? നല്ല മത്സരമാണോ? ശരി, നല്ല മത്സരം. ചേച്ചി, എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ തൃപ്പൂണിത്തുറയില്? അടിപൊളിയായിട്ട് നടക്കണം. നല്ല മത്സരം. ആര് ജയിക്കുന്ന തോന്നുന്നത്? LDF ജയിക്കണം. LDF ജയിക്കണമെന്നാണ്. ജയിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് മറ്റു ചില ചേട്ടന്മാർ കൂടി ഉണ്ട് നമ്മുടെ ഈ കടയില്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം. തൃപ്പൂണിത്തുറ മണ്ഡലം നല്ല പ്രചാരണമൊക്കെയാണോ? അടിപൊളി. ഉണ്ണികൃഷ്ണൻ സഖാവ്. 3 മുന്നണികളുടെ നല്ല പ്രചാരണമാണോ? ഞങ്ങൾ 3 മുന്നണികളും നമ്മുടെ ഉണ്ണികൃഷ്ണൻ സഖാവാണ് മുമ്പിലേക്കുന്നത്. ആണ്. അത് ചേട്ടൻ CPM ആണോ? ശരി, ഓക്കെ. സാർ, എങ്ങനെയുണ്ട് ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ എങ്ങനെ നടക്കുന്നു മണ്ഡലത്തില് തൃപ്പൂണിത്തുറയില്? വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ സാറിന് മട്ടിലേ ഉള്ളൂ. ശക്തമായ മത്സരമൊക്കെ നടക്കുന്ന ഒരു മണ്ഡലമെന്നാണ് പറയുന്നത് പുറത്ത് തൃപ്പൂണിത്തുറ. അങ്ങനെയില്ലേ?
ശക്തമായ അത്ര വലിയ സ്ഥാനാർത്ഥികളല്ലല്ലോ കോൺഗ്രസ് സാധാരണക്കാരാണല്ലോ വലിയ പല ആൾക്കാരൊന്നും അല്ലല്ലോ. സാറിന്റെ വിലയിരുത്തൽ എന്താ, ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് തൃപ്പൂണിത്തുറയിൽ? ബി ജെ പി ജയിക്കണമെന്ന് ആഗ്രഹം. ഇപ്പൊ നഗരസഭ ഭരിക്കുന്ന ബി ജെ പി ആണ്. അതെ നഗരസഭ ഭരിക്കുന്ന ബി ജെ പി, അതെ അതെ അതുകൊണ്ട് ബി ജെ പി വരണമെന്നാണ്. ശരി, ഓക്കെ. മത്സരം എങ്ങനെയുണ്ട് തൃപ്പൂണിത്തുറയിൽ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകും. ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ആര് ജയിക്കുന്നു അതിന് വോട്ടർമാരെ ഇതില്ല നമുക്ക് ചേട്ടൻ ആഗ്രഹം ആര് ജയിക്കണം? എന്റെ ആഗ്രഹം വെച്ചാൽ കണ്ടിന്യൂ ചെയ്യണം LDF. എന്നാലേ നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മാറ്റം കൊണ്ടാൻ പറ്റുള്ളൂ. എന്റെ LDF കഴിക്കണം. LDF ആണ്. ഓക്കെ. ആര് ജയിക്കണം ആണ് ആഗ്രഹം, അല്ലെങ്കിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? LDF-നെ മുൻതൂക്കം എന്ന് തോന്നുന്നു. എന്താ പറയാനുള്ളത്? വോട്ടുണ്ടോ? വോട്ടുണ്ട്. ഈ മണ്ഡലത്തിലാണോ? തൃപ്പൂണിത്തുറയാണോ? ആര് ജയിക്കുന്നത് തൃപ്പൂണിത്തുറയില്? ആര് ജയിച്ചാലും നമുക്ക് നല്ല കാര്യങ്ങൾ നടന്നാൽ മതി, അത്രേ ഉള്ളൂ. നല്ല കാര്യം. ഇപ്പൊ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആരായാലും അപ്പൊ ഭരണ തുടർച്ച വേണമെന്നാണോ? ഭരണ തുടർച്ച വേണമെന്നും പറയേണ്ട ആരായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നല്ലത് തന്നെ, അത്രേ ഉള്ളൂ. ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഈ നടക്കുന്ന ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? LDF-ന്റെ ഭരണമാണല്ലോ. കുഴപ്പമില്ല, എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും രീതി തോന്നിയിട്ടില്ല, ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ ചേട്ടാ. അപ്പോൾ തൃപ്പൂണിത്തുറയിലെ ഒരു കടയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ചേച്ചി, ഇലക്ഷനൊക്കെ അല്ലേ, എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചാരണമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. തൃപ്പൂണിത്തുറ തന്നെയാണോ വോട്ടുള്ളത്? ആര് ജയിക്കുന്ന തോന്നുന്നു തൃപ്പൂണിത്തുറയില്? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഇല്ല, വോട്ട് ചെയ്യല്ലോ അല്ലേ? തീർച്ചയായും. ചേച്ചി, എങ്ങനെയുണ്ട് തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം? ഞാൻ എന്ത് പറയാനാണ്, തെരഞ്ഞെടുപ്പ് അങ്ങനെ മത്സരിച്ച് എല്ലാ പാർട്ടികളും പറഞ്ഞിട്ട് നടക്കുന്ന ആര് ജയിക്കുന്ന, ആരെങ്കിലും ജയിക്കും തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? അതായാലും ഒരാൾ ജയിക്കും. ഉറപ്പാണല്ലോ അല്ലേ? ശരി. ചേച്ചി, ഇലക്ഷനൊക്കെ അല്ലേ, എങ്ങനെയുണ്ട് ഇലക്ഷൻ തൃപ്പൂണിത്തുറ മണ്ഡലത്തില്? കുഴപ്പമില്ല. പ്രചാരണമൊക്കെ നന്നായിട്ട് പോകുന്നോ? ആര് ജയിക്കുന്ന തോന്നുന്നേ? അറിയില്ല. മോൾക്ക് എന്താ തോന്നുന്നേ? എന്തിനും പറയാണ്ടോ ഇലക്ഷനെ കുറിച്ച്? അപ്പോ നമ്മൾ കുറെ ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടു. പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. LDF ജയിക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്, UDF ആണ് വിജയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നഗരസഭ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് തന്നെ BJPയുടെ MLA ഉണ്ടാകണം തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുമുണ്ട്. ഏതായാലും ജനങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് ഇതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.